14ാമത്തെ യൂണിറ്റ് CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് നേടിയെടുക്കുക, വരുന്നൊരു തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ദോഷകരമാവാത്ത രൂപത്തിൽ നമ്മൾ പണ്ടേ പഠിച്ചൊരു വിഷയമാണ്. ഇവിടെ ഇത് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ് ഓഫ് ദി പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതായത് ഭാവി തലമുറയ്ക്ക് ദോഷകരമാവാത്ത രൂപത്തിൽ നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നേടിയെടുക്കുക എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുള്ള ഉദ്ദേശം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് 3 പില്ലറുകളാണുള്ളത്. അതായത് എക്കണോമിക് സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ. നമ്മുടെ പ്രകൃതിക്കൊരു ദോഷം പറ്റരുത്, അപ്പോഴാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആവുക. സമൂഹത്തിനൊരു പ്രശ്നം പറ്റരുത്, നാട്ടിലെ സാമ്പത്തിക അവസ്ഥക്കും പ്രശ്നങ്ങൾ പറ്റരുത്. ഇതാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 പരസ്പരം ഇൻ്റർ റിലേറ്റഡ് വിഷയങ്ങളാണ്. ഇതിൽ എൻവയോൺമെൻറ്റൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരു 3 കാര്യം വളരെ പ്രധാനമാണ്, ഓർത്തു വെക്കണം. അതായത് എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റ്. ഈ യൂണിറ്റിൽ നിന്ന് അതാണ് ചോദിക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രിപ്പിൾ ലൈൻ ബോട്ടം അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കാൻ പോകുന്നുണ്ട്. എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഈ 3 നിലയിൽ നമ്മുടെ അടുത്തൊരു തലമുറക്ക് ബാധിക്കാത്ത രൂപത്തിൽ ഇപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് നേടിയിരിക്കുന്നതിന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നറിയാം. അപ്പോൾ CSR കൊണ്ടുള്ള കമ്പനി ഇത് നമ്മളുടെ ബന്ധം എന്ന് വെച്ചാൽ, ഒരു കമ്പനി അതിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ ഈ നാട്ടിലെ എക്കണോമിക് സാമ്പത്തിക അവസ്ഥക്ക് അവരെ പലതും കോൺട്രിബ്യൂട്ട് ചെയ്യണം, സമൂഹത്തിന് പലതും കോൺട്രിബ്യൂട്ട് ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം. ഇവിടുത്തെ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവരിടപെടുന്നതൊക്കെയാണ്. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോളജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ബയോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷം നടത്തും. എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സിസ്റ്റം, അതായത് ഇവിടുത്തെ മാർക്കറ്റിംഗ് എന്നൊക്കെ. അതായത് ഇവിടുത്തെ മാർക്കറ്റ് നമ്മുടെ രാജ്യത്തിലെ എല്ലാ എക്കണോമിക് സിസ്റ്റം വിട്ട് കമ്മ്യൂണിറ്റി എന്നത് സൊസൈറ്റി, അല്ലേ, സോഷ്യൽ സിസ്റ്റം. അതാണ് ഈ 3 കാര്യത്തിന് ദോഷകരമല്ലാത്ത രൂപത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അവിടെ CSRൻ്റെ റോള് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനികൾ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റണം. എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരുപാട് ജനങ്ങൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുക, പല കാര്യങ്ങൾ ചെയ്യണം. ഇവിടുത്തെ എൻവയോൺമെൻറ്റിന് പൊല്യൂഷൻ ഉണ്ടാക്കാത്ത രൂപത്തിൽ അവരുടെ പ്രൊട്ടക്ഷനൊക്കെ നടത്താം. ഹൗ ടു ഇംപ്ലിമെൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ ഒരു കമ്പനി ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? വളരെ സിമ്പിളായിട്ടുള്ള 3 വേകളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറയുന്നത്. ഒന്ന്, ഏതൊരു കമ്പനിക്കും നിയമപരമായിട്ട് കുറേ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും. ഒരു കമ്പനി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ അതിന് പൊല്യൂഷൻ എത്ര ആവണം, അങ്ങനെ ആവണം എന്നൊക്കെ ഒരു വണ്ടിയാണെങ്കിൽ BS4 ആയിരിക്കണം, BS5 ആയിരിക്കണം എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് മിനിമം ലീഗൽ റിക്വയർമെൻറ്റ് ഉണ്ടാവും. അതൊക്കെ കമ്പനി ഫോളോ ചെയ്യാം. അതുപോലെ ഒരു കമ്പനി നടത്തുമ്പോൾ അവരുണ്ടാക്കുന്ന റിസ്ക്കുകൾ എന്തൊക്കെയാണ്, ഞങ്ങളെ പ്രൊഡക്ഷൻ കൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ട്, സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, എന്നാൽ അതിന് ഡിഫൻസ് മെക്കാനിസം കാണാം, പരിഹാരവും കാണാൻ നടത്തും. അതുപോലെ ഇവിടെയുള്ള ജനറലി ഉള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട്. അതായത് ക്ലൈമറ്റ് ചേഞ്ച്, കാർബൺ എമിഷൻ, ഇങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം കാണാനുള്ള പുതിയ ടെക്നോളജി കോൺട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷമാവാത്ത എനർജി കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ ജനറൽ സസ്റ്റൈനബിൾ ഇഷ്യൂസിനെയും അഡ്രസ്സ് ചെയ്യുക. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒരു കമ്പനീസിന് ചെയ്യാൻ പറ്റിയ ഒരു 3 വഴികൾ. ഇനി പറയുന്നതാണ് ഇവിടുത്തെ ഈ ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട വിഷയം, TBL, ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച്. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇതായിരിക്കും എക്സാമിന് പലപ്പോഴും ചോദിക്കാറ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റാണ് ട്രിപ്പിൾ ബോട്ടം ലൈന്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയനെ എക്കണോമിക്, സോഷ്യൽ, പിന്നെ ഒന്നും കൂടി പറഞ്ഞിരുന്നല്ലോ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ, അല്ലേ, ESE എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെൻറ്റൽ. അപ്പോൾ ഈ ഒരു ടേം ഉണ്ടാക്കിയത് 1997 ജോൺ എലിങ്ടൺ എന്നാണ് ഉണ്ടാക്കിയത്. ഇത് എംഫസൈസ് എന്ന് പറഞ്ഞാൽ കമ്പനി ഷുഡ് കോൺട്രിബ്യൂട്ട് 3 ബോട്ടം ലൈൻ, 3 താഴെക്കുള്ള ബോട്ടം ലൈനിന് വേണ്ടിയിട്ട്, അതായത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അവർ സംഭാവന ചെയ്യണം. ഏതൊക്കെയാണ്? രാജ്യത്തെ എക്കണോമിക് വിഷയങ്ങൾക്ക് വേണ്ടി, ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട്, എൻവയോൺമെൻറ്റൽ, സോഷ്യൽ.
അല്ലേ, ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താ നമ്മൾ പറഞ്ഞു, വരും തലമുറക്ക് ദോഷാവാത്ത രൂപത്തിലുള്ള രാജ്യത്തെ ഡെവലപ്മെൻറ്റ്. ആ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാടും ഇതൊക്കെ വെട്ടിയിട്ട് ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കരുത് എന്നർത്ഥം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈ മൂന്ന് പോയിൻറ്റുകൾക്ക് വേണ്ടിയിട്ട് കമ്പനീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതാണ് ട്രിപ്പിൾ ബോട്ടം തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് ട്രിപ്പിൾ ബോട്ടം തിയറി എന്താണെന്ന് മനസ്സിലല്ലോ. അതായത് കമ്പനികൾ രാജ്യത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും എൻവയോൺമെൻറ്റൽ ഡെവലപ്മെൻറ്റും സോഷ്യൽ ഡെവലപ്മെൻറ്റും, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ അതാണ് ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് ട്രിപ്പിൾ ബോട്ടം തിയറിൻ്റെ ബേസിക്. ഇനി നിങ്ങളിതൊന്ന് ജസ്റ്റ് നല്ല നോക്കി പോകുന്നത് നല്ലതായിരിക്കും എന്ന് ഒരു അഭിപ്രായം പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? അതിന് കൃത്യമായ പ്ലാനിങ് വേണം, അത് നടപ്പിലെടുത്തണം. ആ പ്ലാനിങ്ങിന് ഇവാലുവേഷൻ, ഓരോ ബിസിനസ് അതിൻ്റെ ആക്ടിവിറ്റി ഇവാലുവേഷൻ നടത്തണം. കാരണം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റി എത്രത്തോളം രാജ്യത്തിനെ എക്കണോമിക്കലായിട്ട് ബാധിക്കുന്നുണ്ട്, സോഷ്യൽ എൻവയോൺമെൻറ്റലായിട്ട് എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അതിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കണം എന്നർത്ഥം. എന്തിനാണ് ഇങ്ങനെ ഒരു ട്രിപ്പിൾ ബോട്ടം തിയറിൻ്റെ ഇപ്പോഴത്തെ റിക്വയർമെൻറ്റ്, ഇതിൻ്റെ ആവശ്യം എന്താ, അല്ലെങ്കിൽ എന്തിനാണ് ഈ മൂന്ന് കാര്യങ്ങൾ കമ്പനീസ് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരുന്നത്? ഒന്ന്, കൺസ്യൂമറിൻ്റെ അവയർനെസ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് കൺസ്യൂമേഴ്സിന് കൃത്യമായ അവയർനെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സമൂഹത്തിനൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ കസ്റ്റമേഴ്സ് അത് അറിയും, അവർ അവോയ്ഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഗ്രേറ്റർ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും മറച്ചു വെക്കാതെ ഓപ്പണായിട്ട് കാര്യങ്ങൾ ചെയ്യൽ ഇന്ന് എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ റൈറ്റ് ടു ഇൻഫർമേഷനൊക്കെ അവകാശമുള്ള കാലമല്ലേ. അപ്പോൾ എല്ലാവർക്കും എല്ലാം കൃത്യമായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുപോലെ എൻവിറോൺമെൻറ്റൽ ഫ്രെയിംവർക്കിന് റെഗുലേറ്ററി ബോർഡുകളൊക്കെ ഉണ്ട്. അതുപോലെ മീഡിയയുടെ പ്രശ്നങ്ങൾ, കോർപ്പറേറ്റ് റെസ്പോൺസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സമൂഹം ചോദ്യം ചെയ്യൽ കൂടിയിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പിൾ ബോട്ടം തിയറി എന്നൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നത്. അപ്പോൾ CSRമായി ബന്ധപ്പെട്ട ഒരു കമ്പനി, ഏതൊരു കോർപ്പറേറ്റും ഏതൊരു സ്ഥാപനം ഇങ്ങനെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബന്ധപ്പെടുമ്പോൾ താഴെ പറയുന്ന പ്രിൻസിപ്പിളുകൾ നമ്മൾ ട്രിപ്പിൾ ബോട്ടം തിയറി അനുസരിച്ച് എൻവയോൺമെൻറ്റൽ പ്രിൻസിപ്പിളും സോഷ്യൽ പ്രിൻസിപ്പിൾ, എക്കണോമിക് പ്രിൻസിപ്പിൾ, ഈ മൂന്നിനെയും കൺസിഡർ ചെയ്യണം എന്നർത്ഥം. അതായത് മേലെ പറഞ്ഞൊന്ന് ഷോർട്ടാക്കി പറഞ്ഞു എന്നുള്ളൂ. എൻവയോൺമെൻറ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഷുഡ് ബി അക്കോർഡ് ദ ക്യാരിങ് കപ്പാസിറ്റി. അതായത് നമ്മൾ നാച്ചുറൽ റിസോഴ്സ്, ഇവിടുത്തെ ഓയിലായാലും മണ്ണായാലും കല്ലായാലും ഒക്കെ എടുക്കുമ്പോൾ അത് പ്രകൃതിക്ക് താങ്ങാൻ പറ്റുന്ന രൂപത്തിലാവണം എന്നർത്ഥം. അതുപോലെ സോഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കമ്പനി പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള മനുഷ്യന്മാരെയും അവിടുത്തെ സമൂഹത്തെയും പരിഗണിക്കണം. നമ്മൾ ആളുകളെ ചൂഷണം ചെയ്തിട്ട് ബിസിനസ് നടത്തരുത്, നമ്മളെ കൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മളെ എംപ്ലോയീസിനായാലും നമ്മളെ പരിസരവാസികൾക്കായാലും അവിടെയുള്ള മനുഷ്യനെ പരിഗണിച്ചിട്ടായിരിക്കണം ബിസിനസ് നടത്താൻ അർത്ഥം. എക്കണോമിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സും നമ്മുടെ കമ്പനിയുമായിട്ട് താല്പര്യമുള്ള ആളുകളെയും അവരെയൊക്കെ സാമ്പത്തിക ഒരു ബെനിഫിറ്റ് നമുക്ക് അതിനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നർത്ഥം. കമ്പനി ഷുഡ് അക്കൗണ്ടബിൾ ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവരോടൊക്കെ ബാധ്യസ്ഥരാണ് എന്നർത്ഥം. ഇത്രയാണ് ഈ യൂണിറ്റിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇനി ഹെയറാർക്കി മോഡൽ അതൊക്കെ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെ ഇതിനൊക്കെ ഒരു ആവർത്തനങ്ങളാണ്. അപ്പോൾ ഈ ട്രിപ്പിൾ ബോട്ടം തിയറിയും എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതും CSRമായിട്ടുള്ള എൻ്റെ ലിങ്കേജും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം മതിയാവും.